നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കണ്ണൂർ ഇടതു കോട്ടയാണെന്നാണ് വെയ്പ്പ്. തെരഞ്ഞെടുപ്പുകളിൽ പക്ഷേ എല്ലാ കാലവും സമ്പൂർണ്ണ ആധിപത്യം കിട്ടിയിട്ടില്ലെങ്കിലും കേരളത്തിൽ CPMന് ഏറ്റവും കരുത്തുറ്റ പാർട്ടി സംവിധാനമുള്ള ജില്ല കണ്ണൂരാണ്. പാർട്ടിയെ നിയന്ത്രിക്കുന്നത് തന്നെ കണ്ണൂർ ലോബിയാണെന്നത് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു ആരോപണവുമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും ജില്ല കൂടിയാണിപ്പോൾ. പാർട്ടിയിൽ കടുത്ത വിഭാഗീയത കുടികുത്തിയുന്ന നാളുകളിൽ പോലും കണ്ണൂർ പാർട്ടി നേതൃത്വം ഒറ്റക്കെട്ടായി നിന്ന ചരിത്രമാണുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ പുറമേക്കെങ്കിലും തോന്നിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. ഉള്ളിലെ തർക്കങ്ങൾ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കപ്പുറം പരസ്യമായി ഒന്നും പുറത്തു വന്നിരുന്നില്ല. ഇപ്പോൾ രണ്ട് പ്രധാന നേതാക്കൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനും ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനും പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് പുറത്തുവന്ന് പാർട്ടിക്കെതിരെ മത്സരിക്കുന്നു. നേതൃത്വത്തിന്റെ ഏകാധിപത്യത്തെ പരസ്യമായി ചോദ്യം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം വെല്ലുവിളികൾ കോൺഗ്രസിനാണെങ്കിൽ ശീലമാണ്, പതിവാണ്. പക്ഷേ CPMൽ അങ്ങനെ ഒരു പതിവില്ല, അതും കണ്ണൂരിൽ നിന്ന്. ആ ഇടതു കോട്ടയിലാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്. കണ്ണൂരിലെ ഏറ്റവും തലപ്പൊക്കമുള്ള നേതാക്കളുള്ള ഒരാളായ MV രാഘവൻ പുറത്തുപോയി വെല്ലുവിളിച്ചിട്ട് അതിനെയൊക്കെ നേരിട്ട പാർട്ടിയാണ് CPM. അതുപോലെ ഇതിനെയും അനായാസം നേരിടുമോ? അതോ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും ഉയർത്തുന്ന വെല്ലുവിളിയിൽ പാർട്ടി ഉലയുമോ? ഈ ചോദ്യമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കണ്ണൂരിനെ സംബന്ധിച്ച് എല്ലാ കാലവും CPM അവകാശപ്പെടുന്നത് CPMന്റെ സംഘടനാ സംവിധാനം ഏറ്റവും കരുത്തുറ്റ ജില്ലയാണ്. കേരളത്തിൽ ഒരു കാലത്ത് കൊടിയ വിഭാഗീയത നിന്ന കാലത്ത് VSും പിണറായിയും രണ്ട് പക്ഷത്തായി നിന്നുകൊണ്ട് ആ വിഭാഗീയതയുടെ ഘട്ടത്തിൽ പോലും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലോ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലോ ഒന്നും ഏതെങ്കിലും തരത്തിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായ അഭിപ്രായങ്ങളൊന്നും പുറത്തു വരാതെയും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു പരസ്യ പ്രകടനം എവിടെയും ഉണ്ടാവാതെ ഒക്കെ കാത്തുസൂക്ഷിച്ച ജില്ലയാണ്. അവിടെയാണ് രണ്ട് ജില്ലാ നേതാക്കൾ ഇപ്പോൾ CPMനെ വെല്ലുവിളിക്കുന്നത്. സന്തോഷാണ് കാസർഗോഡ് നിന്നാണ്. സന്തോഷാകുമ്പോൾ കാസർഗോഡ് നിന്നുമ്പോൾ കണ്ണൂരിലെ കാര്യങ്ങൾ കുറെ കൂടി അറിയാമായിരിക്കും. ശ്രീ സന്തോഷ്, രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളാണ് TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും. രണ്ടുപേരും ഇപ്പോൾ 2 സീറ്റുകളിൽ സ്വതന്ത്രന്മാരായി മത്സരിക്കുന്നുവെന്നും ചിലപ്പോൾ UDF അവരെ പിന്തുണച്ചേക്കുമെന്നും ഒക്കെ വരുന്നു. ഇവർ ഉയർത്തുന്ന വെല്ലുവിളി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയുടെ അപജയം. അതായത് ഗോവിന്ദൻ മാഷ് ഇറങ്ങിയ അതേ സ്ഥാനത്ത് തന്നെ പിന്നെ TK ശ്യാമളയെ നിർത്തണമെന്ന ആ ഒരു ഇത് വനിതാ മണ്ഡലമാക്കി പ്രഖ്യാപിക്കുകയാണ്. അവിടെ എന്തിനാണ് ശ്യാമള ടീച്ചറെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം. അതുകൊണ്ടാണ് അവിടെ. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാം, ഇനി ആരെ നിർത്തിയാലും അവിടെ ജയിക്കും. ഭൂരിപക്ഷം അതാണ്. തളിപ്പറമ്പിലായാലും പയ്യന്നൂരായാലും ഏതാണ്ട് 49,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തില് പയ്യന്നൂരുണ്ട്. അവിടെ ഇനിയിപ്പോ എന്ത് കുഞ്ഞിഷ്ണം വന്നാലും ഭൂരിപക്ഷം കുറയ്ക്കാന്നല്ലാതെ ഇനി ഇപ്പൊ അത് തോറ്റു. അല്ല, അത് കഴിഞ്ഞ് ഭൂരിപക്ഷം ഇപ്പൊ TI മധുസൂദനൻ കുറഞ്ഞാൽ പോലും പിന്നെയുള്ള ഇത് വരുന്നത് വെച്ചാൽ കുഞ്ഞിഷ്ണന്റെ അപാത പ്രയോജനത്തിൽ കുറച്ചാൽ കെണിഞ്ഞുപോയി, അവരെ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറഞ്ഞെന്നുള്ള വാഗ്ദാനം അവർക്ക് മുൻപോട്ട് വെക്കാൻ പറ്റും. അപ്പൊ പാർട്ടിയെ പിന്നെ സ്വാധീനത്തിൽ വരുന്ന, പാർട്ടിക്ക് ചൊൽപ്പടി നിൽക്കുന്ന, അതായത് ജനങ്ങളെ കാര്യങ്ങളല്ല, പാർട്ടിക്കുള്ള എന്ത് കാര്യങ്ങൾ മറച്ചു വെക്കാനോ ഏത് കാര്യങ്ങൾ അവർക്ക് പാർട്ടിയുടെ മെയിൻ ആൾക്കാർക്ക് നടത്താൻ അവർക്ക് സ്വാധീനം ചെലുത്താനുള്ളവർ കൂടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഇപ്പൊ പാർട്ടി സ്ഥാനം കൊടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിലും ഇത്രയും സീനിയറായ TK ഗോവിന്ദൻ പുറത്തു വന്ന് അത് പറയണം. ഇപ്പൊ TK ഗോവിന്ദൻ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ രാജേഷ് സൂക്ഷിച്ചു പറയണം, ഇല്ലെങ്കിൽ സത്യങ്ങൾ പുറത്തു പറയുമ്പോൾ ജനങ്ങൾ അത് എന്താണ് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും സത്യം പുറത്തു പറയാനും പറ്റില്ല. കാരണം ഇവരൊക്കെ ഉൾപ്പെട്ടിട്ട് ചെയ്ത പ്രവർത്തികളുണ്ട്. അതൊന്നും ഇവർക്ക് പുറത്തു പറയാനും പറ്റില്ല, കാരണം ഇവർ കുടുങ്ങും. അതാണ് പ്രശ്നം. നമുക്കല്ല, ഈ PK ശ്യാമളയെ കണ്ണൂർ ഈ തളിപ്പറമ്പ് ഏരിയയിൽ തന്നെ CPMകാർക്ക് പോലും ഇഷ്ടമല്ല. കാരണം ഇവരൊരു ജനകീയ മുഖമല്ല എന്ന് CPMകാർ, ഒരു അടിയുറച്ച CPMകാർ പോലും തളിപ്പറമ്പിൽ പറയുന്ന ഒരു അവസ്ഥ. കാരണം നമുക്കുള്ള തളിപ്പറമ്പിലും ഫ്രണ്ട്സ് ഉണ്ട്, അവർ തന്നെ പറയുന്നു. അങ്ങനെ പൂർണ്ണമായും പറയാൻ കഴിയുമോ? ഈ ആരോപണമൊക്കെ വരുമ്പോഴും TK ശ്യാമള അങ്ങനെ ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രം, ഇനി ആ പരിഗണന ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല, ഭാര്യ ആയതുകൊണ്ട് മാത്രം എന്തായാലും സ്ഥാനാർത്ഥിയിലേക്ക് വന്നാൽ അവർക്കും അവരുടേതായ രീതിയിലുള്ള പാർട്ടി പ്രവർത്തന പരിചയവും അങ്ങനെ ദീർഘകാലത്തെ പാർട്ടി നേതൃത്വത്തിലുള്ള പരിചയവും ഒക്കെ ഉള്ള സ്ത്രീ തന്നെയല്ലേ? അപ്പൊ പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ ഗോവിന്ദ മാഷ ഭാര്യ എന്ന നിലയിൽ അല്ല എന്ന് പറയുന്നു.
അല്ല, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അവരെ അങ്ങനെ ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ ആയതുകൊണ്ടാണോ, അവർക്ക് അല്ലാതെ തന്നെ അവർക്ക് എന്തായാലും ആ മത്സരിക്കാൻ അവരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള യോഗ്യതയുള്ള സ്ത്രീയാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. അല്ലാതെ അവരെ എങ്ങനെയാണ് തെരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ പാർട്ടിയുടെ കാര്യമാണ്. ഗോവിന്ദൻ മാഷ ഭാര്യയല്ല എന്ന് തന്നെ വെച്ചോളൂ. എന്നാൽ തന്നെ ഒരു ടേം കഴിഞ്ഞിട്ട് പോലെ അടുത്ത വേറെ ആർക്കും അവിടെ ആര് നിന്നാലും ജയിക്കും. ഇപ്പൊ സുകന്യ അവരൊക്കെ തന്നെ ജയിക്കും. സുകന്യയിലൊക്കെ പേര് പറഞ്ഞതല്ലേ, അവര് നിന്നാൽ തന്നെ ജയിക്കും. ഇവർ ആന്തൂർ ചെയർമാൻ ആയതല്ലേ, മുനിസിപ്പൽ ചെയർമാൻ ആയതല്ലേ. ആ ചെയർമാൻ ആയ സമയത്തല്ലേ ആന്തൂർ സാജന്റെ കേസ് വന്നത്. ആ സാജന്റെ കേസിൽ എന്തൊക്കെ ഈ പാർട്ടി വിവാദമാക്കി പാർട്ടി പറഞ്ഞതാണ്. സാജന്റെ കുടുംബ പ്രശ്നം, ഭാര്യയും ഡ്രൈവറുമായിട്ടുള്ള കമ്പനി ആയിരുന്നു, അയാൾ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്ന് വരെ പറഞ്ഞില്ലേ. എന്തൊക്കെയാണ് അവര് പടച്ചു വിട്ടത്. ഇന്നലെ ഗോവിന്ദൻ പറഞ്ഞില്ലേ, അവിടത്തെ ഫയലുകൾ മുക്കി. ഇത് സാജൻ ആത്മഹത്യ ചെയ്യാൻ കാരണം അല്ല നമ്മുടെ വിഷയം. സന്തോഷം. അല്ല അതല്ല ശരി, നമുക്ക് താങ്കളെ സംസാരിച്ചു വന്നു. നമുക്ക് ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, ഈ കണ്ണൂരിലെ പാർട്ടിയിൽ അങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം, ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒക്കെ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലും ഒക്കെ ഉള്ളിൽ നിർത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ പുറത്ത് വന്ന് പറയാൻ കഴിയാത്ത രീതിയിലേക്ക് അതൊക്കെ പരിഹരിക്കാൻ തക്ക പാർട്ടി നേതാക്കളുടെ ഒരു വലിയ നിരയുണ്ട്, അതിനുള്ള ശക്തിയുണ്ട് എന്നൊക്കെയാണ് ഇതുവരെ കരുതിയത്. പക്ഷേ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പരസ്യമായി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പുറത്തു വരുന്നു. അത് ഈ ഇടത് കോട്ടയിൽ ഒരു വിള്ളലാണോ? തീർച്ചയായിട്ടും. ഇപ്പൊ കുഞ്ഞീഷൊക്കെ പറഞ്ഞത് വളരെ വളരെ ഗൗരവമുള്ള കാര്യമല്ലേ. ഒരു രക്തസാക്ഷിയുടെ ഫണ്ടൊക്കെ അടിച്ചു മാറ്റാന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരള പണി നടത്തും. കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സ്വാഭാവികം. ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ ടി.കെ. ഗോവിന്ദന്റെ കാര്യം പറഞ്ഞാല് ഗോവിന്ദന് കുറെ ശ്രദ്ധിക്കുന്നുണ്ട്. ഗോവിന്ദന്റെ ഭാര്യ മലപ്പട്ടം പഞ്ചായത്തിന് പ്രസിഡന്റായി, ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. അപ്പോ ഗോവിന്ദന് ഈ എം പി ഗോവിന്ദന് ശ്യാമള തീരത്തെ പറ്റി പറഞ്ഞാല് വ്യക്തിപരമായിട്ട് അവര് ആർക്കും ഇഷ്ടമല്ല. അവര് ദാഷ്ട്യവും ധിക്കാരം നടന്ന സ്ത്രീയാണ് പറയപ്പെട്ടത്. സുകന്യ, ജെയിംസ് മതിയുടെ ഭാര്യയാണ്. നല്ല അന്തസ്സുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. അങ്ങനെ നമ്മളിപ്പോൾ ഓരോ വ്യക്തികളെ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും വിലയിരുത്തുന്നത്. അങ്ങനെ ഒരാളെ ധാഷ്ട്യമുള്ള ആളാണ്, ധിക്കാരമുള്ള ആളാണ്, അന്തസ്സുള്ള ആളാണ്, അങ്ങനെ പറയുന്നത് ശ്രീദാസൻ. അത് ഓരോരുത്തരുടെ വിലയിരുത്തലാണ്. നമ്മൾ അങ്ങനെ വ്യക്തിപരമായ ആളുകളുടെ സ്വഭാവ സവിശേഷതകളിലേക്ക് പോകേണ്ട. അവരുടെ രാഷ്ട്രീയത്തെ കുറിച്ചോ സംസാരിക്കാം. അല്ല, അവരെ ഈ പൊതുവെ നാട്ടിലുള്ള അഭിപ്രായം അവരെ ഒരു രാഷ്ട്രീയ ധിക്കാരം നടന്ന സ്ത്രീയാണ് തന്നെയാണ്. ശരി, അത് ദാസിന്റെ അഭിപ്രായം. അങ്ങനെ അഭിപ്രായമുള്ളവരും മറിച്ച അഭിപ്രായമുള്ളവരും ഒക്കെ എന്തായാലും സ്വാഭാവികമായും കാണും. അങ്ങനെ ദാഷ്ട്യം ധിക്കാരം എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാൻ കഴിയുന്ന ഒന്നുമല്ലല്ലോ. ഒരാൾക്ക് അത് ചിലപ്പോൾ ദാഷ്ട്യമായി തോന്നും, മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ അവരുടെ ഒരു ധൈര്യമായി തോന്നും, അല്ലെങ്കിൽ അത് അങ്ങനെ പറയേണ്ടതാണ് എന്ന് തോന്നും. ഓരോരുത്തരുടെ വിലയിരുത്തലാണ്. അതിനെ നമുക്ക് നിർവചിക്കാനാവില്ല. ശ്രീദാസൻ, നമുക്ക് മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കണ്ണൂരിൽ എന്താണ് ഇങ്ങനെ ഒരു പാർട്ടിയുടെ സംവിധാനത്തെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തു വന്ന ആളുകൾ ഇങ്ങനെയൊക്കെ വാർത്താ സമ്മേളനം നടത്തി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കണ്ണൂരിലെ CPM എത്തിയത്? നമസ്കാരം സാറേ, കിരൺ സാറേ, പറഞ്ഞോളൂ. പിന്നെ പറയാൻ പോവുകയാണ്. പിന്നെ ഇപ്പൊ അവിടെ സഖാവ് പിണറായി വിജയൻ അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അത് ചാനലിൽ കണ്ടു. ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെ എന്തെങ്കിലും തെറ്റ് ചെയ്തു, എന്തെങ്കിലും അനാവശ്യമായിട്ട് ആളെടുത്ത് കണ്ടു എന്നുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിൽ തീരുമാനിക്കും. എന്നിട്ട് അതിൽ വല്ല തെറ്റും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാർട്ടി താക്കീത് ചെയ്യും, പിന്നെ ഷോക്കോസ് നോട്ടീസ് കൊടുക്കും, പിന്നെ അതാക്കും. അവസാനത്തെ കള്ളിക്ക് പിരിച്ചും വിടും. അപ്പൊ ഈ ഗോവിന്ദനെയും പിരിച്ചു വിട്ടിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് MP അവർ പറഞ്ഞു. ശ്രീ മുഹമ്മദ്, അതൊന്നുമല്ല ചോദ്യം. പാർട്ടിക്ക് അങ്ങനെ പലതും ചെയ്യും, പാർട്ടിയുടെ സംവിധാനം ഉപയോഗിച്ച് അങ്ങനെയൊക്കെ രീതിയെ കാണും. പക്ഷേ കണ്ണൂരിലെ കെട്ടുറപ്പുള്ള പാർട്ടിയാണ്. വലിയ വിഭാഗീയതയിൽ നിന്ന കാലത്ത് പോലും കണ്ണൂരിലെ പാർട്ടി ഐക്യത്തോടുകൂടി പുറമേക്ക് അങ്ങനെ ഒരു എതിർ ശബ്ദമില്ലാതെ നിന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിലാണ് പ്രധാനപ്പെട്ട 2 നേതാക്കൾ. ഇത്രകാലം ആ പാർട്ടിയെ നയിച്ച ദീർഘകാലം 3-4 പതിറ്റാണ്ട് കാലം ആ പാർട്ടിയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ പുറത്തു വന്ന് അവിടെ നടക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ എവിടെയോ ചില കുഴപ്പങ്ങളില്ലേ? ഉണ്ട് എന്നുള്ളത് ജനം തെറ്റിദ്ധരിച്ചാണ്. ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് കുഴപ്പമില്ലാതെ എന്തിനാണ് പിന്നെ ഇവർ രണ്ടുപേരും പുറത്തെയാടി വന്നത്? പുറത്തിയാടി വന്നേച്ചാൽ അങ്ങനെ പലരും വന്നിട്ടുണ്ടല്ലോ, പാർട്ടിയിൽ നിന്ന് പലരും പോയിട്ടുണ്ടല്ലോ. അങ്ങനെ ഇത്ര കാലം അറിയില്ലായിരുന്നു ഇങ്ങനെ കുഴപ്പക്കാരെയൊക്കെ ചേർത്ത് നിർത്താണോ പാർട്ടി ജില്ലാ നേതൃത്വം പടുത്തു ഉയർത്തിയത്? പാർട്ടി പല സ്ഥലത്തും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് അങ്ങനെ കുട്ടികളിച്ചിന. ശരി, ഓക്കെ. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ കണ്ണൂരിൽ നിന്നൊരു വെല്ലുവിളി ആദ്യമാണ്. MP രാഘവനൊക്കെ പോയ കാലത്തൊക്കെ, അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടല്ല പോയത്, തെരഞ്ഞെടുപ്പ് ആ വെല്ലുവിളി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെല്ലുവിളി ആദ്യമാണ്. എന്തായാലും ഗൗരിയമ്മ പോയിട്ടുണ്ട്. ഗൗരിയമ്മ MP രാഘവൻ പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ കണ്ണൂരിലെ പാർട്ടിയിൽ നിന്ന് പ്രധാന നേതാക്കളാരും പുറത്തു വന്ന് ഞങ്ങൾ വിമതരായി പാർട്ടിക്കെതിരെ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കുന്ന ഒരു അവസ്ഥയൊന്നും പ്രധാന നേതാക്കളാരും ചെയ്തിട്ടില്ലല്ലോ.
പലരും പോയിക്കൊണ്ടേയിരിക്കും, ശരി, വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. മുഹമ്മദ് ഈ സംബന്ധിച്ച് അദ്ദേഹം ഇതൊരു വിഷയമായിട്ട് കാണുന്നില്ല. ശ്രീ സൂരജാണ് തളിപ്പറമ്പിൽ നിന്നാണ്. തളിപ്പറമ്പിലെ പ്രശ്നം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണൂരിലെ പാർട്ടിയിൽ നിന്ന്, അത് CPM-ൽ നിന്ന്, കോൺഗ്രസിലാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പതിവുണ്ട്, അത് എല്ലാ കാലത്തും ഏറെയും കുറഞ്ഞും ഒക്കെ ഉണ്ട്. പക്ഷേ CPM-ൽ ഇത് പുതിയ ഒരു പതിവാണിത്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇതിലിപ്പം നോക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നേതാക്കളൊക്കെ അവര് വർഷങ്ങളായിട്ട് ഈ പാർട്ടിയുടെ വേണ്ടി സഹചാരികളായിട്ട് നടന്നവരാണ്. അവര് മാത്രമല്ല നടക്കുന്നത്, അതിന്റെ കൂടെ അവരെ കുടുംബത്തിനെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പം ഒരാളിപ്പോ ഒരു പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥാനങ്ങളോ മറ്റുള്ള സ്ഥാനങ്ങളോ ഭാര്യക്ക് അപ്പോഴെ തന്നെ കൊടുക്കുന്നുണ്ട് ഇവര് ഇതിന്റെ കൂടെ നടക്കുമ്പോഴന്നെ. അപ്പൊ ഇപ്പം ഈ ഗോവിന്ദൻ ഇതിലേക്ക് മാറിയത് വലിയൊരു അത്ഭുതമുള്ള കാര്യമല്ല. കാരണം ഇവിടെ മൊത്തത്തിൽ ശ്രീമതി ടീച്ചർ പ്രഖ്യാപിച്ചത് മുതലേ ഈ പറയുന്ന ജനങ്ങൾക്ക് മൊത്തം പ്രവർത്തകരായാലും ഉള്ളിന്റെ ഉള്ളിൽ ഇതുണ്ട്, അമർഷമുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ പുറത്തുള്ള ഒരു പബ്ലിക്കിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് കുടുംബപരമായി അവരല്ലെങ്കിൽ ഇവർ എന്നുള്ള ഒരു രീതിയാണ്. അപ്പം ഈ ഗോവിന്ദൻ ഇതിന് കിട്ടിയ ഒരു അവസരമായി വിനിയോഗിച്ച് സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടി മാറി, അല്ലാണ്ട് വേറെ ഒരു ഇതായിട്ടല്ല. പുള്ളിക്ക് ഇപ്പൊ ഈ ഒരു സമയത്ത് സീറ്റ് കിട്ടും കോൺഗ്രസിലേക്ക് ആയി കഴിഞ്ഞാൽ. ഇപ്പൊ പുള്ളിക്കും എല്ലാവർക്കും ഇതിന്റെ പിറകിലുണ്ട്. ഈ പറയുന്ന ഗോവിന്ദനായാലും ശരി, ഈ കുഞ്ഞികൃഷ്ണനായാലും ശരി. കുഞ്ഞികൃഷ്ണന്റെ അവിടെ വേറൊരു വ്യക്തിപരമായ കാര്യമുണ്ട്. കാരണം ഫണ്ട് തട്ടിപ്പ് കേസിന്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ട് അതിന് മുന്നേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇപ്പൊ നിലവിലെ ഇവിടുത്തെ തളിപ്പറമ്പ് സാഹചര്യ പ്രകാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ അണികൾക്ക് തന്നെ ഇവരെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്റ്റേജാണ്. പക്ഷെ ഇലക്ഷൻ വരുമ്പോൾ റിസൾട്ട് വന്നാൽ വളരെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന ഒരു സീറ്റാണ് ഇവിടെ. സൂരജ്, ഒരു മിനിറ്റ് ക്ഷമിക്കാം. നമുക്ക് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു എന്നാണ് വാക്കുകൾ കേൾക്കാം. ഞാൻ കഴിഞ്ഞ 33 വർഷമായിട്ട് കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും കടന്നു വന്ന എളിയ പ്രവർത്തകനാണ്. MLA ആകുമെന്ന് വിചാരിച്ച് പാർട്ടി പ്രവർത്തനം തുടങ്ങിയ ആളല്ല. ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു പഞ്ചായത്ത് മെമ്പർ ആകണമെന്നായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും MLA ഒക്കെ ആകാൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമാണ്. കഴിഞ്ഞ 10 വർഷം പെരുമ്പാവൂരിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഞാൻ. ഇവിടുത്തെ ഓരോ പ്രവർത്തകരോട് ചോദിച്ചാലും അവരുടെ മനസ്സിലുള്ള വികാരം അവർ പറയും. ഈ 10 വർഷം കൊണ്ട് പെരുമ്പാവൂരിൽ അസാധ്യമായ പല കാര്യങ്ങളും ചെയ്തു. പെരുമ്പാവൂർ ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. റയോൺസ് പ്രശ്നങ്ങൾ തീർത്തു. 180 കിലോമീറ്റർ റോഡ് BMNBC ആക്കി. അതോടൊപ്പം തന്നെ കുട്ടികളുടെ മനോഹരമായ പാർക്ക് പണിതു. ആശുപത്രികൾ നവീകരിച്ചു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയും. 2500 കോടി രൂപയുടെ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത്. പെരുമ്പാവൂരിലെ മുനിസിപ്പൽ ചെയർമാൻ 7 പഞ്ചായത്ത് പ്രസിഡന്റുമാരും എന്നെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മത്സരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂരിപക്ഷം പ്രവർത്തകന്മാർ, ബൂത്ത് പ്രസിഡന്റുമാർ ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ വീണ്ടും മത്സരിക്കണമെന്നുള്ളതാണ്. എനിക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെ നല്ല വിഭാഗം ആളുകളുടെയും പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെ ഏറ്റവും ചുരുങ്ങിയത് 15000 വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം വരെ 117ാം ദിവസമായിരുന്നു ഇന്നലെ. എനിക്ക് സുഖമില്ല, ചുമയായിരുന്നു, ശാരീരികമായ പ്രശ്നമുണ്ടായിരുന്നു. ഇന്നലെയും ഞാൻ 135ഓളം വീടുകൾ കയറി. 15000 ഭവനങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വീടാന്തരം കയറി ഇറങ്ങി നടന്ന് രാവിലെ വെളുപ്പിന് 4:30 മണിക്ക് എണീറ്റ് 5:45 ഒരു വീട്ടിലെത്തി. 5:45 മുതൽ 11 മണി വരെ 100-ലധികം ഭവനങ്ങൾ ഞാൻ ഓരോ ദിവസവുമായി സന്ദർശിച്ചു. ബഹുമാനായ പ്രതിപക്ഷ ശ്രീ VD സതീശൻ സാറ് അതിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. 800-ലധികം ആളുകളാണ് രാവിലെ 6 മണിക്ക് പങ്കെടുക്കാൻ വന്നത്. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒട്ടേറെ നേതാക്കന്മാര് എന്റെ ഈ ഗ്രാമയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരികയാണ്. എന്റെ ഫ്ലോ കളയല്. ഞാൻ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പെരുമ്പാവൂരിലെ അന്ന് ഞങ്ങളെടുത്ത മുദ്രാവാക്യം, പെരുമ്പാവൂരിലെ മുനിസിപ്പാലിറ്റി 7 പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ, ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകൾ എല്ലാം ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞു. എല്ലാം ഞങ്ങൾ പിടിച്ചില്ലേ? അന്നും എനിക്ക് കേസുണ്ടായിരുന്നല്ലോ. എല്ലാ വീടും ഞാൻ കയറി ഇറങ്ങിയില്ലേ? ഞാൻ ഇന്ന് കഴിഞ്ഞ ഇലക്ഷന് 2020 മത്സരിക്കുന്ന സമയത്ത് 2020യും BJPയും LDFും ഉള്ളപ്പോഴാണ്, വലിയ മത്സരം നടന്നപ്പോഴാണ് ഞാൻ 2900 വോട്ടിന് വിജയിച്ചത്. ആദ്യം മത്സരിക്കാൻ വരുന്ന 2014 എനിക്ക് 7500 വോട്ടിന് ലീഡുണ്ട്. ഇത്തവണ എനിക്ക് എന്റെ പാർട്ടി സീറ്റ് തന്നാൽ ഞാൻ 15000-ത്തിലധികം
വോട്ടിന്റെ ലീഡിന് ജയിക്കും. അതുകൊണ്ട് എനിക്കിപ്പോഴും പാർട്ടി വിശ്വാസമുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ലീഡേഴ്സിന് വിശ്വാസമുണ്ട്, AICCന് വിശ്വാസമുണ്ട്. അവരെനിക്കൊരു അവസരം കൂടി നൽകുമെന്നുള്ളതാണ് വിശ്വാസം. ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റുമാരെ, ഭാരവാഹികളെ, സദാപ്രവർത്തകന്മാരെ വിളിച്ച് അന്വേഷിച്ചാൽ അവരെല്ലാം മനസ്സിൽ എനിക്ക് അനുകൂലമായിട്ടുള്ള വികാരമുണ്ട് എന്നെനിക്കറിയാം. അതുകൊണ്ട് തീർച്ചയായും എനിക്കൊരു വലിയ മുന്നേറ്റം, വിജയം സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങൾക്ക് അറിയാം, പാർട്ടിക്കൊരു ഇവിടെ കുറെ വർഷങ്ങളായി പാർട്ടിക്ക് ഒരു മന്ദിരം ഉണ്ടായിരുന്നില്ല, ഒരു ഓഫീസ് ഉണ്ടായിരുന്നില്ല, ഇന്ദിരാഭവൻ. ഞാൻ 10 ദിവസം പദയാത്ര നടത്തി. ഞാനും എന്റെ പ്രവർത്തകന്മാരും പദയാത്ര നടത്തിയിട്ടാണ് 90 ലക്ഷം രൂപയുടെ ഒരു ഓഫീസ്, മനോഹരമായ ഓഫീസ് ടൗണിൽ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകരുടെ പരിപൂർണമായ പിന്തുണ എനിക്ക് ഇപ്പോഴുമുണ്ട്. എനിക്ക് ജയിക്കാൻ പറ്റും. AICC എന്നെ കൈവിടില്ല എന്നുള്ളതാണ് എന്റെ ഉത്തമമായ വിശ്വാസം. ഈ എല്ലാ സിറ്റിംഗ് MLA-മാർക്കും സീറ്റ് കൊടുക്കുകയാണ് കോൺഗ്രസ്. അങ്ങയുടെ കാര്യത്തിൽ മാത്രം എന്താണ് ഈ രൂപത്തിലൊരു പിടുത്തം വരാൻ സാഹചര്യം? ഏതെങ്കിലും രൂപത്തിലുള്ള പ്രശ്നമുണ്ടോ നേതാക്കന്മാർക്കിടയിൽ? എനിക്ക് നേതാക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് സീറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. 19-80 എല്ലാവർക്കും സീറ്റ് കൊടുക്കും. എന്റെ സീറ്റ് മാറ്റി വെച്ചിരിക്കുന്നതിൽ അത് പരിഹരിച്ചിട്ട് ഏത് അന്വേഷണവും നടത്തട്ടെ. അതിൽ മറ്റാരെങ്കിലും പരിഗണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്റെ അയോഗ്യത എന്ത് എന്ന് പാർട്ടി പരിശോധിക്കണം. എന്റെ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലും ഞാൻ കൊടുത്തിട്ടുണ്ട്. മുഴുവൻ പരിശോധിക്കുക, പത്രക്കാർക്കും പരിശോധിക്കുക. ഞാൻ നീതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ആളാണ്. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പത്ര ഏജന്റ് ആയിരുന്നു, ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു, ട്യൂഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട്, പള്ളിയിൽ മണിയടിച്ചിട്ടുണ്ട്, ക്ലർക്കായിരുന്നു. അങ്ങനെ എല്ലാ ജോലിയും ചെയ്ത് ജനങ്ങളുടെ മുൻപിൽ ഉയർന്നു വന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഒരു നേതാവായിട്ട് പോലും എന്നെ ആരും കരുതേണ്ട കാര്യമില്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. ഏത് പാർട്ടി പ്രവർത്തകർക്കും, ഈ മണ്ഡലത്തിലെ കോൺഗ്രസ്സുകാർക്കല്ല ഏത് പാർട്ടിക്കാർക്കും ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്തുന്ന ഒരാളാണ് ഞാൻ. അവരെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. ഇന്ന് മാത്രമേ നിങ്ങളുടെ ഫോൺ കോൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, ഇന്ന് ഈ സമയത്ത്. കാരണം നിങ്ങളെല്ലാം വിളിച്ച് പറയുന്ന കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. അവസരം കിട്ടുമ്പോൾ ഒരുമിച്ച് പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളതാണ്. ഒന്നുമില്ല. എല്ലാ സഭകളും എനിക്ക് അനുകൂലമാണ്. എനിക്ക് അറിഞ്ഞിട്ടില്ല അങ്ങനെ സഭയൊന്നും. ഞാനൊരു സഭയോടും ഒന്നും അഭ്യർത്ഥിച്ചിട്ടില്ല. എല്ലാ സഭയും, ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യൻ സഭകളും, നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ ക്രിസ്ത്യൻ സഭകളും എനിക്ക് സപ്പോർട്ടാണ്. അതിനെനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ കഴിഞ്ഞ 2 തവണ ഞാൻ ഇല്ല ഒഴിവാക്കേണ്ടതായിരുന്നില്ല. കാരണം സിറ്റിംഗ് MLA ആണ്, വീണ്ടും മത്സരിക്കുന്നതിൽ എന്താണ് പ്രശ്നം? നേരത്തെ തന്നെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതല്ല, ഈ ഒരു അനിശ്ചിതത്വം ഒഴിവാക്കേണ്ടതായിരുന്നില്ല? അല്ല, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചർച്ചകൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിന്റെ പൊതുയുഗ യാത്ര നടന്നതിന് ശേഷമുള്ള ചർച്ചകൾ ആരംഭിച്ച ചർച്ച മുന്നോട്ട് പോകുന്നുള്ളൂ. ഫസ്റ്റ് ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ ചർച്ച നീണ്ടാലും അവസാന സീറ്റ് എന്നാൽ പോലും ഞാൻ വലിയ ലീഡിന് ജയിക്കും. എന്താണ് അയോഗ്യത എന്നാണ് പൊതുവിൽ കാണുന്നത്? അല്ല, എന്റെ അയോഗ്യതകൾ ഞാൻ പറയേണ്ടതല്ലോ. എന്റെ ഗുണങ്ങളും ഞാൻ പറയേണ്ടതല്ല. എന്റെ യോഗ്യതകൾ ഞാൻ പറയേണ്ടതല്ല. അത് ജനം വിലയിരുത്തേണ്ടതാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങക്ക് ഏതെങ്കിലും നേതാക്കന്മാരിൽ നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കാൻ കാരണം, നാമനിർദ്ദേശ പത്രിക വ്യാഴാഴ്ച കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു, പോസ്റ്റർ അടിച്ചു, ഫ്ലെക്സ് അടിച്ചു. കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരും എനിക്ക് അനുകൂലമായിരുന്നു. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല, UDF കൺവീനർ, എല്ലാ ആളുകളും എന്റെ കാര്യത്തിൽ അവർക്ക് എന്നെ അറിയാം. എന്നെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവർ ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അവര് എന്നെ സഹായിച്ചിട്ടുള്ളതാണ്. ഇവിടുന്ന് ഐക്യകണ്ഠേനയാണ് ഞങ്ങൾ 20 MLA-മാരുടെയും പേര് AICCക്ക് പോയിട്ടുള്ളത്. അങ്ങേ ചവിട്ടാൻ പാർട്ടി നേതൃത്വത്തിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ ശ്രമിക്കുന്നു തോന്നുന്നു? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല കേട്ടോ. എനിക്കത് അറിയില്ല. എന്നോട് ആരും പറയാൻ അല്ല, എന്റെ പേരിൽ എന്റെ പേര് പരിശോധിക്കുന്നു എന്നുള്ളതാണല്ലോ. ആ പരിശോധിക്കട്ടെ. താങ്കൾക്കുള്ളതിന് സമാനമായ കേസുള്ള ഒരാളാണ് PK ശശി. അദ്ദേഹത്തിന് സീറ്റുണ്ട്, പക്ഷെ താങ്കൾക്ക് സീറ്റില്ല. തീവ്രത കുറവായിരിക്കും. എനിക്കറിയില്ല. എനിക്ക് എന്റെ കേസ് മാത്രമേ അറിയൂ. ഞാൻ അതിൽ സത്യസന്ധനാണ്. ഞാനൊരു കേസിൽ പ്രതിയല്ല. ഞാനൊരു അങ്ങനെ ചെയ്തോട്ടെ, നിങ്ങൾക്കത് തെളിയുമല്ലോ. നിങ്ങൾക്ക് കേസിന്റെ
സാങ്കേതികമായിട്ട് പ്രതിയാണ്. നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റുന്നതാണ്. എൽദോസ് കുന്നപ്പള്ളി സിറ്റിംഗ് MLA-മാരിൽ എൽദോസ് കുന്നപ്പള്ളിക്ക് കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് തൊട്ട് പിന്നാലെയാണ് അത് ഏറെക്കുറെ ശരിവെച്ചുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ താൻ മത്സരിക്കണമെന്നതാണ് പ്രവർത്തകരുടെ വികാരം എന്നെല്ലാം അദ്ദേഹം പറയുന്നത്. കോൺഗ്രസ് MLA-മാരിൽ എൽദോസ് കുന്നപ്പള്ളിക്കും നേരത്തെ കെ ബാബു തങ്ങളുടെ മത്സരത്തിനില്ല എന്ന് സ്വയം അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് എൽദോസ് കുന്നപ്പള്ളിക്കും സീറ്റില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ തനിക്ക് എന്താണ് അയോഗ്യത എന്നുള്ള മട്ടിലും ഒക്കെ ചെറിയൊരു വാർത്താ സമ്മേളനം നടത്തി പറയും. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടന്നു പോകാം. കണ്ണൂർ CPM-ന്റെ കോട്ടയായ CPM എല്ലാ കാലത്തും സംഘടനാ സംവിധാനത്തിൽ ഏറ്റവും കരുത്തുറ്റ ജില്ല എന്ന് കരുതുന്ന കണ്ണൂരിൽ ജില്ലാ നേതൃത്വത്തിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം പുറത്തു വന്ന് വിമതരായി മത്സരിക്കാൻ ഒരുങ്ങുന്നു. ജില്ലാ കമ്മിറ്റി അംഗം അത്തരമൊരു മത്സരത്തിന് ഒരുങ്ങുന്നു. എന്തുവാണ് കണ്ണൂരിലെ പാർട്ടിക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ശിവദാസനാണ് ബാലരാമപുരത്തും. ശിവദാസൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരമുണ്ട്. കണ്ണൂര് CPM-ന്റെ കോട്ടയാണെന്ന് എല്ലാവർക്കും അറിയാം. പണ്ടേ പറയണം, കണ്ണൂര് ഒരാൾ മരിച്ച, ഒരു കോൺഗ്രസ്സുകാരന്റെ വീട്ടിൽ മരിച്ച CPM-മാരൻ പോവില്ല, CPM-മാരുടെ വീട്ടിൽ മരിച്ച കോൺഗ്രസ്സുകാരൻ പോവില്ല എന്നൊരു ചർച്ചയുണ്ട്. പക്ഷെ ഞാൻ അവിടെ പല കാര്യം പോയിട്ട് അങ്ങനെ അവിടെ ഇല്ല, അത് പറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഒരു സത്യമുണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രീതി ശരിയല്ല. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന MLA-മാരായാലും നേതാക്കന്മാരായാലും പാർട്ടി മെമ്പർമാരായാലും കാണിക്കുന്ന അഴിമതി ചങ്കൂറ്റത്തോട് പറയാൻ ഏക നേതാക്കന്മാരുള്ള സ്ഥലം ഇപ്പൊ കണ്ണൂര് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നടക്കുന്ന അഴിമതിക്ക് ഒരു കണക്കുണ്ടോ? നമ്മൾ ഓരോ ജില്ലയിലേക്ക് ഇഷ്ടം അഴിമതിയുണ്ട്. പക്ഷെ അതൊന്നും പുറത്ത് പറയില്ല. പുറത്ത് പറയാൻ കോൺഗ്രസ്സുകാരും ഇല്ല, BJP-ക്കാരും ഇല്ല, CPM-മാരും ഇല്ല. പക്ഷെ അവിടെ അതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുത്ത് ഒരു ചങ്കൂറ്റ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമുള്ള കുടുംബക്കാർക്ക് അവർ കഷ്ടപ്പെട്ട് പാർട്ടിക്ക് വേണ്ടി കൂലി എടുക്കും പോലെ കഷ്ടപ്പെട്ട് വരുമ്പോൾ അവർക്ക് അർഹതപ്പെട്ട ആ പെട്ട കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും. അങ്ങനെ ചെയ്യുകയും തിരിച്ച് ഇവർ കാണിക്കുന്ന അഴിമതി, അതായത് ഒരു മനുഷ്യൻ മരിച്ചാൽ പോലും അതിന് പിരിച്ചെടുത്ത് കട്ട് തിന്നുന്ന രീതിയാണ്. അതുപോലെ തന്നെ പല പല സ്ഥാപനങ്ങൾക്ക് അധികാരം ആരും അറിയാതെ ജോലി കൊടുക്കുന്നത്, ബന്ധുക്കൾക്ക് ജോലി കൊടുക്കുന്നത്, കോവന്തൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നത്, ഇതൊക്കെ കാണുമ്പോൾ നിര്യാതനം കഴിക്കുന്ന CPM-മാരനാണെങ്കിൽ പ്രയാസമുണ്ട്. അങ്ങനെ ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, CPM-ന്റെ കണ്ണൂർ കോട്ടയിൽ വിള്ളൽ വീഴുന്നു എന്ന് താങ്കൾ കരുതുന്നു? നമസ്കാരം കിരൺ. വിള്ളൽ വീണ് കഴിഞ്ഞല്ലോ, ഇനി എന്താ കരുതാനാ? വിള്ളലായി നമ്മൾ കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന് അവര് തന്നെ തിരുത്തി പ്രതിപക്ഷ നേതാവ് പറയുന്ന കണക്ക് വിസ്മയങ്ങൾ സ്വയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിള്ളല് വന്നു കഴിഞ്ഞു. നമ്മൾ പണ്ടൊക്കെ CPM-നെ കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് ഇങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? പരസ്യമായി പത്രസമ്മേളനം നടത്തുന്നു, വീണ്ടും അടുത്ത നേതാവ് ജയരാജന്മാർ വന്ന് നടത്തുന്നു. എന്തായാലും ഇത് നശിപ്പിച്ച്, അതായത് അവർക്ക് തന്നെ സ്വയം മനസ്സിലായി ഇനി അവർ അധികാരത്തിൽ വരില്ല, അധികാരത്തിൽ നിന്നും പുറത്താണ്. അവരുടെ നേതാക്കന്മാരുടെ സംസാരമൊക്കെ ഇന്നലെ നിങ്ങളുടെ ചാനലിൽ, നിങ്ങളുടെ പാർട്ടിയിലാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതൊരു ശീലമായതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? അല്ല, അത് ജനാധിപത്യ പ്രസ്ഥാനമാണല്ലോ. അത് മതേതരത്വ ജനാധിപത്യ പ്രസ്ഥാനം. അവസാന നിമിഷം വരെയും ആഗ്രഹിക്കാൻ പറയാം, പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്ക്. ഇതങ്ങനല്ലല്ലോ. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അവർ ഇത്ര നാള് CPM-നെ കുറിച്ച് പറഞ്ഞ മേനികളുണ്ട്. ഞങ്ങൾ അങ്ങനല്ല, ഞങ്ങൾക്ക് മക്കൾ രാഷ്ട്രീയമില്ല, കുടുംബ രാഷ്ട്രീയമില്ല, ഭാര്യ രാഷ്ട്രീയമില്ല. എന്താ നമ്മൾ കേൾക്കുന്നത്? സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ മത്സരിപ്പിക്കാൻ അവിടെ സെക്രട്ടേറിയറ്റ് ഇല്ല, LC ഇല്ല, ഏരിയ കമ്മിറ്റി ഇല്ല, ലോക്കൽ കമ്മിറ്റി ഇല്ല, ഒന്നുമില്ല. 4 സഖാക്കന്മാര് കൂടിയിരിക്കുന്നു, പേരുകൾ തീരുമാനിക്കുന്നു. അതിനെതിരെ ശക്തമായി അങ്ങനെ പറയാൻ കഴിയില്ല. അത് തീരുമാനമൊക്കെ എടുത്തത് ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ അവിടെ ചർച്ച നടത്തിയും ഒക്കെ ആണല്ലോ. അതിൽ ചിലർക്ക് എതിർപ്പുണ്ടാവും. ചർച്ച നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ പാർട്ടി കമ്മിറ്റികളിലും ഒക്കെ എതിർപ്പുണ്ടാവും. അത് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്നതിനപ്പുറം അവർ ഒരു പാർട്ടിയുടെ നേതാവും ദീർഘകാലമായി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആൾ കൂടിയാണല്ലോ. അവിടെ യോഗ്യരായിട്ടുള്ള, നിങ്ങൾ പറയുന്നത് യോഗ്യരായിട്ടുള്ള പലരുമുണ്ട്. അതെല്ലാ പാർട്ടിയിലെ സ്ഥാനാർത്ഥി എടുക്കുമ്പോഴും കാണില്ലേ? ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എടുത്താലും ആ മണ്ഡലത്തിൽ അവരെക്കാൾ യോഗ്യരായ എത്ര പേർ ചിലപ്പോൾ ഉണ്ടാവും. അത് CPM-ന്റെ എടുത്താലും BJP-യുടെ എടുത്താലും ഒക്കെ ആ മണ്ഡലത്തിൽ ഏറ്റവും യോഗ്യരായ സ്ഥാനാർത്ഥി ആവുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ. ചിലപ്പോൾ അവരെക്കാൾ യോഗ്യതയുള്ള 100 കണക്കിന് ആളുകൾ കാണും. അപ്പോഴും ചിലപ്പോൾ മറ്റൊരാളെയൊക്കെ തെരഞ്ഞെടുക്കില്ലേ? എന്റെ പ്രിയപ്പെട്ട കിരനെ, CPM-ന്റെ സംസാരവും പ്രവൃത്തിയും ഒന്നും അതല്ല. ഇതിനകത്ത് BJP-യോ കോൺഗ്രസോ ഏതെങ്കിലും ഇങ്ങനെ പ്രഖ്യാപിച്ച കുഴപ്പമില്ല. അതിനകത്തുള്ള ബൈലോസും
CPM-ന്റെ രീതിയും ശൈലിയുമാണ് ഞാൻ പറയുന്നത്. CPM കണക്ക് തന്നെ രക്തസാക്ഷികളുടെ പൈസ മോട്ടിച്ചുകൊണ്ട് പോയവനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതിനെതിരെ ശക്തമായി അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ ആളിനെ പുറത്താക്കുന്നു. ഇതൊന്നും CPM-ൽ നമ്മൾ പണ്ടൊന്നും കേട്ടിട്ടോ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു, CPM ഈ നാട്ടിന് ആവശ്യമാണ്. പക്ഷെ അവർ സ്വയം കുഴിച്ച് താഴോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ ഒരു അതിയായ വിഷമമുണ്ട്. CPM-നെ മൊത്തമായിട്ട് ഞാൻ തള്ളി പറയുന്നില്ല. പക്ഷെ CPM ഈ നാട്ടിൽ ആവശ്യമാണ്. പ്രതിപക്ഷത്തിരിക്കണമെങ്കിലും നല്ലൊരു പ്രതിപക്ഷമായ ഒരു 10-40 MLA-മാരെങ്കിലും വേണ്ടേ? ഇപ്പൊ അതിന് അങ്ങനെ പോലും എന്തായാലും പ്രതിപക്ഷത്തിന് ഇരിക്കണ്ടേ 10 MLA-മാരെ വേണമെന്നൊക്കെ ചോദിക്കും. ശരി, കൊള്ളാം. എന്തായാലും വിപിനാണ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. വിപിൻ, യഥാർത്ഥത്തിൽ മറ്റു പല ജില്ലകളിൽ നിന്നൊക്കെ ഈ സമാനമായ വെല്ലുവിളി വന്നാൽ ചിലപ്പോൾ മനസ്സിലാക്കാം. പക്ഷേ കണ്ണൂരിൽ ഇതുവരെ പുറമേക്ക് വന്നിരുന്നത് ഇതൊരു ഒറ്റക്കെട്ടാണ്. ആ സംവിധാനത്തിനുള്ളിൽ യാതൊരുവിധ വിള്ളലും ഉണ്ടാവില്ല. പല നേതാക്കളെ സംബന്ധിച്ച് പല വാർത്തകളും ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിക്കൊണ്ടിരുന്നതാണ്. അവിടെയാണ് ഇപ്പോൾ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നത്. എന്തായിരിക്കും കാരണം? സാർ, ഇതില് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അധികാരം. അതാണ് ആവശ്യം. അതാണ് എല്ലാവർക്കും ആവശ്യം. അതാണ് മെയിൻ ഇഷ്യൂ ഇതിൽ. പാർട്ടിയെ തിരുത്തൽ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പോർഷൻ ആണത്. ശരിക്കും അധികാരത്തിന് വേണ്ടിയാണ്. പക്ഷെ അധികാരത്തിന് വേണ്ടി ആരാണ് ഇവിടെ കളിച്ചേക്കുന്നത്? ആർക്കാണ് അധികാരം കിട്ടിയത്? സ്വാധീനമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ അധികാരമുള്ളൂ. അപ്പോ ഒരു MP-യോ MLA-യോ ഒരു സ്ഥാനത്തേക്ക് ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അതിന് ആ വ്യക്തിക്ക് കറക്റ്റായിട്ട് അർഹതയുണ്ടോ, അതിനുള്ള വിവരമുണ്ടോ, അതിനുള്ള ഇതുണ്ടോ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. അവർക്ക് അധികാര സ്ഥാനങ്ങളിൽ എത്രത്തോളം സ്വാധീനമുണ്ട്? ആ ഒരു സ്വാധീനം നിലനിൽക്കുന്നിടത്തോളം കാലം ഗോവിന്ദന്മാരും അങ്ങനെയുള്ള ആൾക്കാർ ഇനിയും ഉണ്ടാവും. കാരണം അർഹതപ്പെട്ട പല ആൾക്കാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ കയറുന്നത്. ഇപ്പൊ ഗോവിന്ദൻ മാഷ് ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യനെ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കാൻ മാത്രം ജില്ലാ കമ്മിറ്റിയിലോ സെക്രട്ടറിയിലോ ഒന്നും അധികം ആൾക്കാരുണ്ടാവില്ല. എങ്ങനെയുണ്ടാവും? അപ്പൊ നിസ്സഹരായിട്ടുള്ളവര് ചില സമയത്ത് ഒരു സ്വാഭാവികമായിട്ട് തങ്ങളുടെ വാർത്താ സമ്മേളനമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.